ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കിഫ ഹാലക്കും. ശരി, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്തിനാണെന്നറിയോ, ഒരു കുഞ്ഞു 3 കോണ്ടൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ എന്താ പറയുക, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 3 കണ്ടൻസിൽ നിങ്ങളെപ്പോഴും മാർക്ക് കളയുന്ന ആ 3 കണ്ടൻസാണ് ഞാൻ ഇന്ന് ഡിസ്കഷൻ ചെയ്യാൻ വന്നിട്ടുള്ളത്. സോ എല്ലാ മക്കളും നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. ഒരു പേനയും ഒരു ബുക്കും കയ്യിൽ വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വേഗം വീഡിയോയിലേക്ക് പോവാണ്. അതിന് മുന്നേ മാമിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ പോർഷൻസ് മാത്രം കിട്ടേണ്ടവരൊക്കെ ഉണ്ടാവും. അപ്പം ഇതെന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്താ പറയുക, ലൈക്ക് ചെയ്യുക, അതേപോലെ പിന്നെ കമൻസ് ഒക്കെ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഓടിച്ചാടി എന്ത് ചെയ്യുക, വീഡിയോയിലേക്ക് വരാം. ശരി, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്നാൽ എന്താ പറയുക, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു ഏരിയ ആണ് ഇത്. അതായത് മിൻ ഫല്ലലിക്ക തഫല്ലൽ അല്ലേ. അപ്പോൾ ചില കുട്ടികൾക്ക് മിസ് ഇതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുക, എവിടെ ആഡ് ചെയ്യാനാണെന്ന് മനസ്സിലാവുന്നില്ല. ഈ ഒരു പ്രശ്നങ്ങളാണ് ആ കുട്ടികൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ നോക്കിയേ, ഇഖ്തറബ അൽ മുസാഫിറു മിനസ്സായിഖി വഖല ഡേഷ് ഉരീദു സയ്യാറ അല്ലേ. എന്താ പറഞ്ഞത്, മുസാഫിർ യാത്രക്കാരൻ ആരുടെ അടുത്തേക്ക് വന്നു, സായിഖിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു വഖാല ഡേഷ്, എന്നിട്ട് ഡേഷ് എന്തോ എന്ന് അവിടെ പറഞ്ഞു. ഉരീദു സയ്യാറ, എനിക്ക് എന്ത് വേണം, ടാക്സി വേണം. അപ്പോൾ നമ്മൾ അവിടെ ഏതാണ് ചേർക്കുക, പ്ലീസ് അല്ലേ, ദയവ് ചെയ്ത് എനിക്ക് ടാക്സി ഒന്ന് തരുമോ, അല്ലേ, എനിക്കൊരു ടാക്സി വേണമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എക്സ്ക്യൂസ് ചെയ്തിട്ടാണ് പറയാം അല്ലേ. എക്സ്ക്യൂസ് മീ, ടാക്സി, ഐ വോണ്ട് എ ടാക്സി അല്ലേ, അങ്ങനെ പറയും. അപ്പോൾ ആ രീതിയിൽ എക്സ്ക്യൂസ് മീ എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, ദയവ് ചെയ്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് മക്കളെ എന്ത്, മിൻ ഫല്ലലിക്ക. എന്താണ് മിൻ ഫല്ലലിക്ക എന്ന് പറയുന്നത്? നമ്മളൊരാളോട് എക്സ്ക്യൂസ് ചെയ്തിട്ട് അതൊന്ന് തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് മിൻ ഫല്ലലിക്ക. ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടീനോട് ഞാനൊരു പേന ചോദിക്കുകയാണ്, എടി പ്ലീസ് ആ പേന എനിക്ക് ഒന്ന് തരുമോ, ഇപ്പം തരാടി എന്നല്ലേ നമ്മൾ പറയാം, അങ്ങനെയല്ലേ നമ്മൾ പറയാം. അപ്പോൾ ആ രീതിയിൽ പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പറയും, മിൻ ഫല്ലലിക് അല്ലേ. മിൻ ഫല്ലലിക് ഉരീദു അൽ ഖലം, മിൻ ഫല്ലലിക് ഉരീദു അൽ ഖലം അല്ലേ. ദയവ് ചെയ്ത് എനിക്ക് ആ ഒരു കലം പേനയൊന്ന് തരൂ അല്ലേ, നമ്മൾ ചോദിക്കും. അതാണ് അവിടെയുള്ള അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്ത് ചേർക്കുക, മിൻ ഫല്ലലിക് എന്നുള്ള പ്രയോഗം നമ്മൾ ചേർക്കുക. ക്ലിയർ ആണോ? അതായത് നമ്മൾ ഒരാളിൽ നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു കാര്യം ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ അതായത് ഒരു എക്സ്ക്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അയാളിൽ നിന്ന് ഒരു കാര്യം ചോദിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചോദിക്കുന്നതിനെയാണ് നമ്മൾ മിൻ ഫല്ലലിക് എന്നുള്ളത് ഉപയോഗിക്കുക. ഓക്കെ, അങ്ങനെ ചോദിക്കുന്നതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, മിൻ ഫല്ലലിക് എന്നുള്ളത് ഉപയോഗിക്കുക. എന്നാൽ ശ്രദ്ധിക്കണേ, അങ്ങനെയുള്ളതിന് മിൻ ഫല്ലലിക് ഉപയോഗിക്കും. എന്നാൽ നമ്മൾ തഫല്ലൽ എവിടെ ഉപയോഗിക്കുക, തഫല്ലൽ എന്ന് പറഞ്ഞാൽ ഇത് പിടിക്കും, ടേക്ക് ഇറ്റ് എന്നൊക്കെ പറയൂലേ, എന്നൊക്കെ പറയൂലേ, അതിനാണ് നമ്മൾ തഫല്ലൽ എന്ന് പറയും. ഇപ്പം ഞാനൊരു കീ എടുത്തിട്ട് ഒരാൾക്ക് കൊടുക്കുകയാണ്, ഇതാ ഈ കീ എടുത്തോളൂ എന്ന് പറയാം അല്ലേ. അത് നമ്മൾ തഫല്ലൽ, ഇത് എടുത്താലും ഇത് സ്വീകരിച്ചാലും ഇത് പിടിച്ചോളി എന്നൊക്കെ പറയൂലേ, അതിനാണ് നമ്മൾ തഫല്ലൽ എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് വരാം. ഇവിടെ നോക്കിയേ, കാലത്ത് നെജ്മ ലി സ്വദീഖിഹ, നെജ്മ അവളുടെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഡേഷ് ഉരീദു കലമൻ. അവിടെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഡേഷ് ഉരീദു കലമൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് ദയവ് ചെയ്ത കലം ഒന്ന് തരുമോ എന്നാണ്. അപ്പോൾ അവിടെ എന്താണ്, മിൻ ഫല്ലലിക്കയാണോ തഫല്ലലാണോ വരിക? ഏതാ വരിക മക്കളെ? യെസ്, അവിടെ വരുന്നത് എന്താണ്, മിൻ ഫല്ലലിക് എന്നുള്ള സംഭവമാണ് അവിടെ വരിക. കാരണം എന്താണ്, ദയവ് ചെയ്ത് എനിക്ക് ആ പേന ഒന്ന് തരുമോ, ഇതാണ് സംഭവം. മനസ്സിലായോ? ദയവ് ചെയ്ത് എനിക്ക് ആ പേന ഒന്ന് തരാവോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഏതാണ് വരിക, മിൻ ഫല്ലലിക് ആണ് വരിക. അടുത്തത് കാലത്ത് മുവല്ലിഫത്തു അൽ ഇസ്തിഖ്ബാൽ, അതായത് നമ്മുടെ റിസപ്ഷനിസ്റ്റ് അല്ലേ, അവൾ പറയാണ് അൽ മിഫ്താഹ് ദാ കീ ദാ ഡേഷ്. എങ്ങനെ പറയാം അവിടെ? ഏതാ പറയാ, മിൻ ഫല്ലലിക്കയാണോ തഫല്ലലാണോ പറയാ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ മീനിങ് എന്താണ്.
ഇതിന്റെ മീനിങ് എന്താണ്? യെസ്, തഫല്ലൽ എന്ന് പറഞ്ഞാൽ ഇതാ പിടിക്കൂ, ഇതാ എടുക്കൂ, ഇതാ വെച്ചോളൂ എന്ന് പറയൂലേ, അതിനാണ് നമ്മൾ എന്ത് പറയാ, ഇത് പറയാ. അപ്പോൾ തഫല്ലൽ എന്ന് പറയുമ്പോൾ ഇതാ ഈ പേന ഒന്ന് പിടിക്കൂ, അല്ലെങ്കിൽ ആ ബുക്ക് ഒന്ന് എടുക്കൂ, അല്ലെങ്കിൽ ഇതൊന്ന് സ്വീകരിക്കൂ എന്ന് പറയൂലേ, അതിനെയാണ് നമ്മൾ തഫല്ലൽ എന്ന് പറയാ. ഇവിടെ നോക്കിയേ, അൽ മിഫ്താഹു തഫല്ലൽ, കണ്ടോ, ഇങ്ങനെയാണ് പറയാ, അൽ മിഫ്താഹു തഫല്ലൽ. അടുത്തത് ഇഖ്തറബന്നാദിലു മിനൽ മുഹന്ദിസി വകാല ഡേഷ് അൽ ഫാത്തൂറ. എങ്ങനെയാ ആൻസർ ചെയ്യാ? ഇഖ്തറബന്നാദിലു മിനൽ മുഹന്ദിസിന്റെ അടുത്തേക്ക് എന്ത് ചെയ്തു? ചേർന്നു. എന്നിട്ട് പറഞ്ഞു അൽ ഫാത്തൂറ, ബില്ല് അല്ലെ, അങ്ങനെ പറയാ തഫല്ലൽ അല്ലെ, തഫല്ലൽ, ബില്ല് പിടിക്കൂ അല്ലെ, തഫല്ലൽ, ബില്ല് പിടിക്കൂ അല്ലെ. അപ്പൊ ഇത്തരം നമ്മൾ ഒരാളോട് ഇതാ എടുത്തോളൂ, പിടിച്ചോളൂ, സ്വീകരിക്കൂ എന്ന് പറയൂലേ, അതിനെയാണ് നമ്മൾ തഫല്ലൽ എന്ന് പറയാ. എന്നാൽ അതൊന്ന് എന്താ പറയാ, മിൻ ഫضലിക് പ്ലീസ്, അതൊന്ന് ഞാൻ എടുത്തോട്ടെ, അതല്ലെങ്കിൽ അതൊന്ന് എനിക്ക് തരുമോ, അല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ, ഇതൊന്ന് ഞാൻ ചെയ്തോട്ടെ എന്ന് പറയൂലേ, അതിനെയാണ് നമ്മൾ മിൻ ഫضലിക് എന്ന് പറയാ. ക്ലിയർ ആയോ? ഓക്കെ ആയോ മക്കളെ? യെസ്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ പഠിക്കാനുള്ളത് എന്താണ്? അൽ ബർനാമേജ്. എന്താ ബർനാമേജ് എന്ന് പറഞ്ഞാല് പ്രോഗ്രാം ലിസ്റ്റ് ആണ് അല്ലെ, പ്രോഗ്രാം ലിസ്റ്റ്. ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതെങ്ങനെയാ പഠിക്കേണ്ടതെന്ന് അറിയോ? ആദ്യം നിങ്ങൾ എന്ത് പഠിക്കണം? ഈ ഒരു സംഭവങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, എങ്ങനെയാ അതൊക്കെ പഠിക്കുക മക്കളെ? എങ്ങനെ പഠിക്കുക? തർഹീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽക്കം സ്പീച്ച് ആണ് അല്ലെ. തർഹീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽക്കം സ്പീച്ച്, അതായത് സ്വാഗത പ്രസംഗം അല്ലെ. അടുത്തത് റിആസത്ത്. എന്താണ് റിആസത്ത് എന്ന് പറഞ്ഞാല്? എന്താ മക്കളെ റിആസത്ത് എന്ന് പറഞ്ഞാല്? യെസ്, അധ്യക്ഷ പ്രസംഗത്തിനാണ് നമ്മൾ റിആസത്ത് എന്ന് പറയാം അല്ലെ. റിആസത്ത് എന്ന് പറഞ്ഞാല് അധ്യക്ഷ പ്രസംഗം. അൽ ഇഫ്തിതാഹ്. എന്താ ഇഫ്തിതാഹ് എന്ന് പറഞ്ഞാല്? എന്താ മക്കളെ? ഇഫ്തിതാഹ് എന്ന് പറഞ്ഞാല് ഉദ്ഘാടനം. ഇഫ്തിതാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്ഘാടനം, ഇനാഗുറേഷൻ. തൗസീഉൽ ഔസിമ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രോഫി വിതരണം ചെയ്യുക അല്ലെ. തൗസീഉൽ ഔസിമ, ട്രോഫി വിതരണം ചെയ്യുക. അത്തഹാനി എന്ന് പറഞ്ഞാൽ എന്താണ്? ആശംസ അല്ലെ. അശുക്ർ, നന്ദി. കണ്ടോ എന്തോരാ ഉള്ളത്? അപ്പോ തർഹീബ് സ്വാഗത പ്രസംഗം, റിആസത്ത് അധ്യക്ഷ പ്രസംഗം, ഇഫ്തിതാഹ് ഇനാഗുറേഷൻ, തൗസീഉൽ ഔസിമ ട്രോഫി വിതരണം, അത്തഹാനി എന്താണ്? അത്തഹാനി ആശംസ, ശുക്ർ നന്ദി. കണ്ടോ ഇത്രയാണുള്ളത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു ഏരിയയിലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ, ഈ ഒരു ഏരിയയിലുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇനി ഇതെങ്ങനെയാണ് പാരഗ്രാഫിൽ നമ്മൾ കാണുക? ഇതൊക്കെ നമ്മളിങ്ങനെ പാരഗ്രാഫ് ഒന്ന് എടുത്ത് എഴുതേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ആരാണ് ഇതൊക്കെ ചെയ്തത് എന്നാണ് നമ്മളോട് ചോദിക്കുക. അപ്പൊ നമ്മൾ ഇതെങ്ങനെ എഴുതും? തർഹീബിനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? റഹബ എന്ന് നമുക്ക് പാരഗ്രാഫിൽ കാണാൻ പറ്റും. തർഹീബിനെ എങ്ങനെ കാണാൻ പറ്റുക? റഹബ. റിആസത്തിനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? റഅസ. എങ്ങനെ കാണാൻ പറ്റുക? റഅസ. ഇഫ്തിതാഹിനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഇഫ്തതഹ. എങ്ങനെയാണ്? ഇഫ്തതഹ. അടുത്തത് തൗസീഉൽ ഔസിമ. ഔസിമനെ എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? യെസ്, അത് ആ രൂപത്തിൽ തന്നെ കാണാൻ പറ്റും. തഹാനി അതെങ്ങനെ പറ്റും? കലിമത്തു തഹാനി എന്നാണ് വരിക കേട്ടോ. കലിമത്തു തഹാനി എങ്ങനെയാണ് വരിക? കലിമത്തു തഹാനി. പിന്നെ ശുക്റിനും അതേപോലെ കലിമത്തു ശുക്ർ. എങ്ങനെയാണ് വരിക? കലിമത്തു ശുക്ർ. അപ്പോൾ ഈ രൂപത്തിലാണ് നമുക്ക് പാരഗ്രാഫിൽ ഇവരെ കാണാൻ പറ്റുക. ഓക്കെ, ഈ രൂപത്തിലാണ് നമുക്ക് ഇവരെ പാരഗ്രാഫിൽ കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പാരഗ്രാഫിൽ റഹബ എന്ന് കൊടുത്തിട്ട് ആരെ പേരാണ് കൊടുത്തത് അത് നമ്മൾ ഇവരുടെ നേരെ എഴുതുക. തർഹീബിന്റെ നേരെ. റഅസ എന്ന് കൊടുത്തിട്ട് ആരുടെ പേരാണ് കൊടുത്തത് അത് നമ്മൾ റിആസത്തിന്റെ നേരെ എഴുതുക. ഇഫ്തതഹ എന്നുള്ളത് അതിന് ശേഷം കൊടുത്തത് ആരുടെ പേരാണ് അത് നമ്മൾ അവിടെ എഴുതുക. പിന്നെ തൗസീഉൽ ഔസിമ അതിനുശേഷം ആരെ പേരാ കൊടുത്തത് അത് എഴുതുക. തഹാനി കലിമത്തു തഹാനി ആരാണ് എന്താ പറയുക ആശംസാ പ്രസംഗം നടത്തിയത് അത് ചിലപ്പോൾ 2 ആൾക്കാരുണ്ടാവും. ആ 2 ആളെ പേരും അവിടെ എഴുതി കൊടുക്കുക.
പിന്നെന്താണ് കലിമത്തു ശുക്ർ, നന്ദി പ്രസംഗം അല്ലേ. അപ്പോൾ അത് കലിമത്തു ശുക്ർ തന്നെ ഉണ്ടാവും. അതാരാണോ കൊടുത്തിട്ടുള്ളത് അത് അയാളുടെ പേര് അവിടെ എഴുതി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇതൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് പാരഗ്രാഫിൽ വരുന്നത്, അപ്പോൾ ഈ രൂപത്തിലാണ് വരുന്നത് എന്ന് ഞാനിപ്പോൾ പറഞ്ഞല്ലോ. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. എന്നിട്ട് ആ രൂപത്തിൽ പാരഗ്രാഫിൽ തപ്പ കേട്ടോ. അടുത്തത് ലാസ്റ്റ് ആയിട്ട് നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുള്ളത് തർജുമ എന്നാണ്. നുഇദു തർജുമത്ത്, ബയോഗ്രഫി തയ്യാറാക്കുക. എന്താണ് ബയോഗ്രഫി തയ്യാറാക്കുക? എങ്ങനെയാണ് നമ്മളൊരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക മക്കളെ? എങ്ങനെ തയ്യാറാക്കുക? ഈസി ആയിട്ടൊന്ന് പറഞ്ഞേ. ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാൻ സിമ്പിളാണ് അല്ലേ. എങ്ങനെ തയ്യാറാക്കുക? വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഇതേപോലെ ഒരു ബയോഡാറ്റ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ഇതൊരു ബയോഡാറ്റ പോലെയുള്ള ഒരു സംഭവമാണ്. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. എന്നിട്ട് നമ്മളോട് ബയോഗ്രഫി ഉണ്ടാക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ മുൻപിൽ അഹ്മദ് ഫാരിസി എന്നുള്ളതിൻ്റെ മുൻപിൽ ഹുവ ചേർക്കാം. ഹുവ അഹ്മദ് ഫാരിസി അല്ലേ. അപ്പോൾ ഇതാരാണ്? ഷായിറാണ് അല്ലേ. ഹുവ ഷായിറുൻ ഹുവ ഷായിറുൻ മുആസിരിയുൻ. അപ്പോൾ അതിൻ്റെ മുന്നേ ഇങ്ങനെ ചേർക്കുക, ഹുവ അഹ്മദ് ഫാരിസി. രണ്ടാമത്തെ സെന്റൻസിൽ എന്താ പറയുക? വുലിദ അഹ്മദ് ഫാരിസി. ഈ വുലിദന്റെ ശേഷം എന്ത് ചെയ്യുക? അഹ്മദ് ഫാരിസി അദ്ദേഹത്തിന്റെ നെയിം എഴുതി കൊടുക്കുക അല്ലേ. വുലിദ അഹ്മദ് ഫാരിസി. അഹ്മദ് ഫാരിസി ജനിച്ചു ഫി ഒമാൻ. എവിടെ ജനിച്ചത്? ഒമാനിലാണ് ജനിച്ചത്. കണ്ടോ? ഇത് എഴുതാം. അടുത്തത് മിൻ ഷുഅറാഇൽ മുആസിരിൻ. അവിടെ നമ്മൾ എന്താ ചെയ്യുക? വഹുവ മിൻ. അദ്ദേഹം എന്താണ്? മിന ഷുഅറാഇൽ മുആസിരിൻ. ഷുഅറാഇൽ മുആസിരീങ്ങളിൽ പെട്ട ഒരു കവിയാണ്. അടുത്തത് എന്താണ്? ഹുവ യഅമലു. ഇവിടെയും ഹുവ ചേർത്ത് കൊടുക്കുക. ഹുവ യഅമലു ത്വബീബൻ. അദ്ദേഹം ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. മിൻ ദവാവീനിഹി അല്ലെ, അതങ്ങനെ തന്നെ കൊടുക്കാം. മിൻ ദവാവീനിഹി ഇത് എഴുതി കൊടുക്കുക. മിൻ അശ്അരി ഖസാഇദിഹി ഇതും അങ്ങനെ തന്നെ കൊടുക്കുക. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? തർജുമ എഴുതുക. ഓക്കെ. അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം. വുലിദ ദേശ്, അയാളുടെ പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഫി, ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഡേറ്റ് ജനിച്ചു. ഇനി ഉപ്പാടെ ഉമ്മാടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ കൊടുക്കുക? വാലിദുഹ. കണ്ടോ? വാലിദുഹു അല്ലെ, അദ്ദേഹത്തിന്റെ ഉപ്പാടെ പേര്. വാലിദത്തുഹു അദ്ദേഹത്തിന്റെ ഉമ്മാടെ പേര്. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവരൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഓരോ തന്നിട്ടുള്ള ബയോഡാറ്റകളിലെ ഓരോ ഡീറ്റെയിലും സെൻറ്റൻസ് ആക്കി ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇതേപോലെ ഹുവയും അതേപോലെ വുലിദയൊക്കെ ചേർത്തിട്ട് സെൻറ്റൻസ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യാട്ടോ. അപ്പൊ ഇൻഷാ അല്ലാ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇൻഷാ അല്ലാ എക്സാമിന്റെ തലേ ദിവസം ഇടുന്നുണ്ട്. സോ അപ്പോഴേക്കും ഇൻഷാ അല്ലാ നിങ്ങൾ റെഡി ആയിട്ട് പഠിച്ച് സെറ്റ് ആക്കിയിട്ട് വരിക. ബാക്കി നമുക്ക് ആ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാടുണ്ട്, അതൊക്കെ ഡിസ്കഷൻ ചെയ്യാനുണ്ട്. സോ എല്ലാവരും ലൈവിൽ കാണും വരേക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.